ഒരു പറയും ഇത് വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നും അതേപോലെ വരുന്നും പറയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതാണ്. നമ്മുടെ ഈ പ്ലാന്റ് നമ്മളൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ചിന്താ വിഷയം, ആരുടെയും കണ്ണ് നനച്ച് ഒന്നും നേടാതിരിക്കുക, നേടിയതിനൊക്കെയും കണ്ണീരിന്റെ വിലയെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ആരെയും വഞ്ചിക്കാതെയും നല്ല രീതിക്കായിരിക്കണം എല്ലാവരും മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ പേര് സ്നേക്ക് പ്ലാന്റ് എന്നാണ് പറയുന്നത്, അഥവാ സർപ്പപ്പോള എന്ന് പറയും. സുഹൃത്തുക്കളെ, ഈ പ്ലാന്റ് നമ്മൾ ഇൻഡോറിലും വീടിനകത്ത് വളർത്താം. ഇൻഡോർ ആയുള്ള എല്ലാ ഭാഗങ്ങളിലും വളർത്താം. നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ ഒരു ചെറിയ ഐറ്റം കൂടി ഉണ്ട്. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് നമ്മളിപ്പോ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു തൈ കിട്ടിയതാണ്. ആ തൈ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. അത് ആയിക്കൊണ്ടിരിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇതും ഒരു ചെറിയ തൈ കൊണ്ട് വെച്ചതാണ്. ഇതിപ്പോ വളർന്നതാണ് കേട്ടോ. നമ്മൾ ഇനിയിപ്പോ ഇത് അതെ 3-4 ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം പകർത്ത് വേറെ മാറ്റി വെക്കാൻ പോവുകയാണ് നമ്മൾ. ഇപ്പോ നമ്മള് ഇതിന്റെ ഇല കട്ട് ചെയ്തിട്ട് വെച്ചാലും വളരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതെ, ചിലര് പറയും ഇത് വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നും അതേപോലെ വരുന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതെന്തായാലും അതെ, ഇതൊരു നല്ല ഓക്സിജൻ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ഓക്സിജൻ പ്ലാന്റ് ആണ്. അപ്പൊ വീടിനകത്ത് ഇത് നമ്മൾ TV സ്റ്റാൻഡിൽ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ എവിടെയാണ് നമ്മൾക്ക് സൗകര്യമുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് വെച്ച് നല്ല കാണാനും നന്നായിട്ടുണ്ട്, നന്നായി വളരുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇതിന് പരിചരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ സാധാരണ മണ്ണിൽ തന്നെ വെച്ച് നമ്മൾ ഇതിനെ വളർത്താം. അപ്പൊ നന്നായി വളരെ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേക ആകർഷണം എന്ന് പറയുന്നത് എന്താ പറയുക, ഈ സൈഡ് ഉണ്ട് ഒരു യെല്ലോ ഇത് അത് ഭയങ്കര കാണാൻ നല്ല സൗന്ദര്യമാണ് കേട്ടോ. ഇത് ഇപ്പൊ ഞങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ നമ്മൾ ഒരു തൈ കൊണ്ട് വെച്ചതാണ്. ഇതിൽ നിന്നും എത്ര ആയിട്ടുണ്ട്? നമുക്കൊരു 3-5 ഉണ്ട്, 5-6 ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ഒരെണ്ണം പുറത്തെടുക്കാം. 1 2 3 4 5 അതൊഴിച്ച് കുഞ്ഞത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്ന് ഒരെണ്ണം പകർത്താം അല്ലേ? ഒരെണ്ണം പറിച്ചെടുക്കാം. നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നമ്മളതിൽ പരമാവധി നമുക്ക് നിറയൊന്നും കിട്ടില്ല. അപ്പൊ ഒരു തൈ നമ്മള് ഒരു പരിചയക്കാരന്റെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. അത് കിഴങ്ങ ഒരു രൂപത്തിലാണ്. അതിൽ നിന്നും തന്നെ വേറൊരു ടൈപ്പും കൂടി വരുന്നുണ്ട് അല്ലേ? ഇപ്പുറത്തെ ഒരു മുള വരുന്നുണ്ടല്ലോ, വരുന്നുണ്ട്. അപ്പൊ അതും കട്ട് ചെയ്യാം. ആ ഒരു പീസും കൂടി കട്ട് ചെയ്യും. അതും കൂടി കട്ട് ചെയ്തോ. കിട്ടുന്നുണ്ടോ? കിട്ടി. അപ്പൊ 2 ആയി ഇല്ലേ? ഒരു വെടിക്ക് 2 പക്ഷി പറയുന്ന പോലെ. അപ്പൊ നമുക്കിത് പുതിയൊരു ചട്ടിയിലേക്ക് നമ്മളത് പറിച്ച് നടുകയാണ് കേട്ടോ. റീപ്ലാന്റ് ചെയ്യാണ്. കാരണം അത് നിറയെ അതിലിപ്പോ ആവശ്യത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നല്ല കട്ടിൽ വരും കേട്ടോ. അത് നിറയെ വേര് പിടിച്ചു കഴിഞ്ഞ് നന്നായിട്ട് വളർന്നു വരും. അപ്പൊ നമ്മൾക്കിത് മെയിൻ ആയിട്ട് തന്നെ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൂടുതൽ വളർത്തുന്നത് കൊണ്ട് ഒരു ദോഷമില്ല. ഇപ്പൊ പാമ്പ് വരില്ല എന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ സർപ്പപ്പുള എന്നൊക്കെ അതിന് പേരുണ്ട്. പലവിടെയും പല പേരാട്ടോ. കാരണം നമ്മളിപ്പോ ഓരോ തൈകൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വീട്ടില് പരമാവധി നമ്മള് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതൊക്കെ ഓരോരോ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഇപ്പൊ കണ്ടില്ലേ, കുറെ ശിഖരങ്ങളൊക്കെ പുറത്ത് വേറെ വന്നിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണമാണ് നമ്മൾ ആകെ വെച്ചിട്ടുള്ളതെങ്കിലും ഇതിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതുണ്ട്, അതിന്റെ ഒരു ശിഖരം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി അതിൽ നട്ടുകൂട്ടോ. ഇതിപ്പോ ഒരു തയ്യേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മളത് വേര് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറെ ശിഖരങ്ങളൊക്കെ വന്ന് ഉണ്ടാവും കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വരും കേട്ടോ. പ്ലാന്റ് വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ചെടി ഇതേപോലെ ചെറിയ ചെടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ അന്ന് അത് കൊണ്ടുവന്ന് നമ്മൾ നട്ട് അതിൽ നിന്നും വളർന്നു വന്നതാണ്. ഇത്രയും നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും വലുത്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു 3 4 5 ശിഖരങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്നിനെ നമ്മളിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് ഓരോന്നോരോന്ന് മാറ്റി വെക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ ഇതിന്റെ പേര് നിങ്ങൾ മറക്കരുത്. എന്താണ് പേര് പറഞ്ഞു കൊടുക്കുക? സ്നേക്ക് പ്ലാന്റ്, അതായത് സർപ്പപ്പോള എന്നും പറയുന്നുണ്ട് കേട്ടോ. വേറെയും പേരുകളുണ്ട്. പക്ഷെ അത് നമുക്ക് കൃത്യമായിട്ട് ഒത്തിരി കടുകട്ടിയായ പേരുകളായതുകൊണ്ട് നമ്മൾ അതോടെ പറയുന്നില്ല. കാരണം ഒരുപാട് നീളം കൂടി പേരാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇത് വീട്ടിൽ വളർത്തുന്നത് മെയിൻ ആയിട്ട് വന്നത് ഓക്സിജൻ, നല്ല ഓക്സിജൻ തരുന്ന ഒരു ചെടിയാണ് ഈ സംഭവം. അതുകൊണ്ട് നമുക്ക് വീട്ടിനുള്ള നിറയെ വളർത്താം. വീട്ടിനുള്ളിൽ വെക്കാം, പുറത്ത് വെക്കാം, ഇൻഡോർ ഭാഗങ്ങളിലൊക്കെ വെക്കാം. നല്ല കളർ കിട്ടും കേട്ടോ. മെയിൻ ആയിട്ട് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഞങ്ങൾക്ക് ഇത് കുറച്ച് പുറത്ത് വെച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ. ഇനി നമ്മളത് ഇവിടെ ഉള്ളിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ നല്ല കളർ വരും. ഇതിന് മെയിൻ ആകർഷണം പറഞ്ഞാണ്ട് ഈ മഞ്ഞ കളർ സൈഡിൽ വരുന്നതും അതേപോലെ തന്നെ പ്രത്യേകം തിരിഞ്ഞൊക്കെ വരുന്നൊരു ടൈപ്പാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇത് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതിപ്പോ നമ്മൾ ഒരെണ്ണം കൊണ്ട് വെച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇത് കൂടുതൽ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. അപ്പോൾ ഓക്സിജനും
ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് നിറയെ വീട്ടിലൊക്കെ വെച്ച് വളർത്താം അതേപോലെയുള്ളത് ഉറപ്പായിട്ടും. അപ്പൊ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ഇതേപോലെയുള്ള നിറയെ ചെടികളുണ്ട്, ചെറിയ നമ്മുടെ ഇപ്പോൾ നിറയെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഓരോരോ പ്ലാന്റുകൾ നമ്മൾ പരിചയപ്പെടുത്താം. അപ്പൊ ഇന്ന് ഈ പ്ലാന്റ് ഞങ്ങൾ പരിചയപ്പെടുത്തി. അടുത്ത നല്ലൊരു പ്ലാന്റുമായിട്ട് ഞങ്ങൾ അതേപോലെ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ ബൈ ബൈ. ഓക്കെ, ബൈ.